ആധ്യാത്മരാമായണത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു സന്ദർഭമാണ് ലക്ഷ്മണോപദേശം. രാമാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് ക്രുദ്ധനായ ലക്ഷ്മണൻ താതൻ്റെ നേരെ ദേഷ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ രാമൻ അനുജനെ ഗാഢാശ്ലേഷം ചെയ്തു പിടിച്ചു നിർത്തിക്കൊണ്ടു ചെയ്യുന്ന ധർമ്മോപദേശമാണത്. മനുഷ്യവംശത്തിൻ്റെ അനേകം തലമുറകളെ ആത്മനാശത്തിൽ നിന്നും രക്ഷിച്ച് ധർമ്മപാത കാണിച്ചു കൊടുത്ത വേദാന്തസാരം. പ്രപഞ്ചായുസ്സിൽ അടയാളപ്പെടുത്തുവാൻ പോലും ഇടമില്ലാത്ത വിധം നിസ്സാരത്തിൽ നിസ്സാരമായ ആയുർബലം വെച്ച് പാമ്പിൻ്റെ വായിലകപ്പെട്ടിരിക്കുന്ന തവളയെപ്പോലെ നശ്വരമായ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ തേടുകയാണ് മനുഷ്യജന്മം. ഈ നിഷ്ഫലതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനിൽ കോപം നീക്കി വിവേകം ജനിപ്പിക്കുന്നു. വിഷയങ്ങളെ മാത്രം കാണുന്നവന് അവയിൽ ആശയും ആസക്തിയും തൽഫലമായി രാഗദ്വേഷങ്ങളും വർദ്ധിക്കുന്നു. അങ്ങനെ വിവേകക്ഷയവും ക്രോധവുമുണ്ടായി ഒടുവിൽ സർവനാശം സംഭവിക്കുന്നു. ക്ഷുദ്രമായ അഹങ്കാരഭാവമാണ് മനുഷ്യൻ്റെ സകല ദുരിതങ്ങൾക്കും കാരണമെന്നു പറഞ്ഞു മനസ്സിലാക്കുന്നു. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ദേഹമാണു ഞാൻ എന്നുള്ള മിഥ്യാബോധത്തിൽ നിന്നുണ്ടാവുന്ന അഹങ്കാരമാണു ദ്വേഷ്യവും അസൂയയും പകയും മത്സര്യവും ക്രോധവും കഷ്ടപ്പാടുകളും എന്നല്ല എല്ലാത്തരം തിന്മകളും സൃഷ്ടിക്കുന്നത്. ശരിയായി ജീവിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയിൽ ചരിച്ചാൽ ഇഹലോക ജീവിതത്തിൽ തന്നെ പരമമായ ആനന്ദം സാക്ഷാത്കരിക്കാം എന്നതാണു രാമായണ തത്വോപദേശം. രാമായണ പാരായണ മാസത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളും ആത്മപരിശോധന ചെയ്യുന്നത് നന്നാണ്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് കഥകളിലൂടെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രയോഗപ്രദമെന്നും അതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടതെന്നും മനസ്സിലാക്കി തരാൻ ഇത്തരത്തിലുള്ള കഥകൾ, സാരാംശങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്.